ഇന്നത്തെ വീഡിയോക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. ഇന്ന് തന്നെ റെക്കോർഡ് ചെയ്തിട്ട് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. വേറെ ഒന്നുമല്ല, ഞാൻ എൻ്റെ ഗാർഡൻ ഒന്ന് റീസെറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ഗാർഡൻ്റെ ഒരു അവസ്ഥ. ഇവിടെ ഞാൻ വെച്ചിട്ടുള്ളതൊക്കെ പോത്തോസാണ് കേട്ടോ. അതെന്നെ ഫുള്ള് ഗ്രിൽസുമ്മലേക്ക് കയറിയിട്ടുണ്ട്, മതിൽമലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് റീസെറ്റ് ചെയ്യാണ്ട് റിപ്പോർട്ട് ചെയ്യാനും ഉണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ അവസാനം വരെ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ സാധാരണത്തെ പോലെയല്ല, ഇന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ അസ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അതുകൊണ്ട് തന്നെ ഇന്ന് എൻ്റെ പണികളൊക്കെ കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഗാർഡനൊക്കെ ഒന്നും കൂടെ റീസെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എന്താ നമ്മൾ ഇവിടെയൊക്കെ കുറേ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. ഇത് മഞ്ജുള പോത്തോസ്, അതുപോലെ ഇവിടെ മാർബിൾ പോത്തോസ് ഉണ്ട്. പിന്നെ ഇത് ഡിസീഡിയൻ്റെ വേറൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇവിടെ നമ്മൾ വേറെ പോട്ട്സൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഈ ഗ്രില്ലുമിലൊക്കെ ഒരുപാട് പ്ലാന്റ്സ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ പറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൽ കുറേ വെറൈറ്റീസ് ഉണ്ട്, ഒരുപാട് വെറൈറ്റി മണി പ്ലാന്റ്സും. ഇത് ന്യൂൺ പോത്തോസാണ്. അപ്പോൾ ഇത് നമ്മളെ ചെടികളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോവാണ്. ഇതാ കുറച്ച് ചട്ടികളുണ്ട്, അപ്പോൾ ഉള്ള ചട്ടിയിലേക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോവാണ്. മാത്രമല്ല കുറച്ചധികം ഇതുപോലെ പോത്തോസ് ഇതൊക്കെ ഇവിടെയൊക്കെ കുറേ ഓവർഗ്രോ ആയി പോയിട്ടുണ്ട്. ഇതൊക്കെ താഴെ വരെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കുറച്ച് ഓവർഗ്രോ ആയ മണി പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതെല്ലാം ഞാൻ റീപോർട്ട് ചെയ്യാൻ പോവാണ് കട്ട് ചെയ്തിട്ട്. അപ്പോൾ ഒരുപാടുണ്ട് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇതൊക്കെ ഞാൻ ഇത് മാർബിൾ പോത്തോസാണ്. ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതിൽ നിന്ന് പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള കട്ടിങ്സ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യൂ. അല്ല, കൊറിയർ ചാർജ് വരും, പക്ഷേ എനിക്ക് പ്ലാന്റ്സിൻ്റെ എമൗണ്ട് ഒന്നും വേണ്ട. ഓക്കെ, അങ്ങനെ നമ്മളുടെ പോത്തോസൊക്കെ കട്ട് ചെയ്തു. ഈ ഒരു പ്ലാന്റിൻ്റെ കുറേ കട്ടിങ്സ് അല്ല, കുറേ ഇങ്ങനെ തൈകളുണ്ട് കേട്ടോ. ഇതിൻ്റെ ശരിക്ക് കട്ടിങ്സ് ഇല്ല, കാരണം ഇത് ഞാൻ പ്രത്യേകതരം മണ്ണൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊരു പ്രത്യേക മിക്സിംഗ് ആണ്, കുറച്ച് എയറേഷൻ കൂടുതൽ വേണം. അപ്പോൾ അതുകൊണ്ട് അത് ഈ ഒരു 2 ചട്ടിയിലേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഈ ചട്ടികളൊക്കെ മാറ്റണം. അതുപോലെ ഇവിടെ നമ്മളൊരു സ്റ്റാൻഡ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ താഴെയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഉള്ളത് നമുക്ക് ഈ സൈഡിലാണ്. ഇത് പണ്ടെങ്ങാണ്ടോ വെച്ചൊരു ചട്ടിയാണ്. അതിൽ വെച്ചിട്ടുള്ളൊരു സിൽവർ പോട്ടോസാണ്. മെയിൻ്റനൻസ് ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ അതിങ്ങനെ ഈ ഗ്രിൽസുമ്മിലേക്ക് പടർത്തിയതായിരുന്നു. പക്ഷേ ഉണ്ടോ, കുറേ താഴെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ഏകദേശം ഇത് നമ്മൾ മണ്ണ് മിക്സ് ചെയ്ത് വെച്ചതായിരുന്നു. ഇതാണ് നമ്മൾ ഈ പോട്ടിലേക്കൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം കുറച്ച് പ്ലാന്റ്സൊക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിയോൺ പോത്തോസൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മളെടുത്തത് ഇത്രയും ഞാൻ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാർബിളുണ്ട്, അതുപോലെ സിൽവർ പോത്തോസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനിയുണ്ട് കേട്ടോ. ഈ ഒരു പോട്ട് ഞാനിപ്പോൾ ചേഞ്ച് ചെയ്തതാണ്. ഒരു വൈറ്റ് പോട്ടായിരുന്നു, അപ്പം അതിപ്പോൾ ചേഞ്ച് ചെയ്തതാണ്. ഇനിയിപ്പോൾ ഈ ഒരു പോട്ട് ചേഞ്ച് ചെയ്യാനുണ്ട്.
അപ്പോൾ ഞാൻ റീപോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് റീപോർട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ പോട്ട് മിക്സോ ഒന്നും കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ ഞാൻ പിന്നീട് ഇടാം. പക്ഷേ ഇപ്പം ഞാനങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ പണി നടക്കില്ല. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഇത്തിരി സമയം കിട്ടിയപ്പോൾ ആ ഒരു കുറച്ച് സമയം കൊണ്ട് എനിക്ക് പറ്റുന്നത്ര പണികൾ ഞാൻ ചെയ്തു തീർത്താണ്. ഇനി ഇതൊക്കെ വീണ്ടും സെറ്റ് ചെയ്യാനുള്ളതാണ്. ഇതെൻ്റെ അടുത്ത് ഒരുപാട് ZZ പ്ലാന്റ് ഉണ്ട്. ഇതൊക്കെ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ അടുത്തുള്ളതാണ്. ഇനി ഇവരെയൊക്കെ ഒന്ന് റീപോർട്ട് ചെയ്യാണ്ട്, മണ്ണൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാണ്ട്, ഇലകളൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കാണ്ട്. ഇതും DCD ആണ്. ഇത് കുറേ വർഷങ്ങളായി. ഇത് കുറേയൊക്കെ ഞങ്ങളെ വീടിൻ്റെ അകത്തേക്ക് വരെ കയറി വരുന്നൊരവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ കുറച്ച് മണ്ണ്, ചാണകപ്പൊടി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. മാത്രമല്ല ആ ഒരു ബോർഡറിൻ്റെ ഉള്ളിൽ കുറച്ച് പച്ചക്കറികൾ കേട്ടോ, വെണ്ട, തക്കാളി, പയർ, പച്ചമുളക്, പിന്നെ ബ്രിഞ്ചോൾ, അങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് മാത്രം കുറച്ച് ഗ്രോ ബാഗിലാക്കി വെച്ചിട്ടുള്ളതാണ്. പിന്നെ എനിക്കിവിടെ കോഴിയോ അങ്ങനത്തെ ഇതൊന്നും ഇല്ലെങ്കിലും അപ്പുറത്തെ കോഴികൾ ഫുൾ ടൈം ഇവിടെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു നെറ്റും അതിൻ്റെ ചുറ്റും ഇട്ടിട്ടുള്ളത്. പിന്നെ ഗാർഡന് അപ്പുറത്ത് മാത്രമല്ല ചെറിയൊരു പോണ്ടും ഒരു ഗാർഡനൊക്കെ ഈ ഒരു സൈഡിലും ഉണ്ട് കേട്ടോ. ഇപ്പം നല്ല ചൂടായതുകൊണ്ട് തന്നെ എല്ലാത്തിനും മെയിൻ്റനൻസ് വേണം. പിന്നെ ആണെങ്കിൽ ഞാൻ ചെടികളൊക്കെ മൺചട്ടിയിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ തെങ്ങുമെന്ന് തേങ്ങ വീണിട്ടും ഓല വീണിട്ടൊക്കെ എൻ്റെ ഒരുവിധം ചട്ടികളൊക്കെ പൊട്ടി. ഇപ്പം ഇതാണ് ഇവിടുത്തെ അവസ്ഥ. മഴക്കാലത്ത് ഇങ്ങനെ ഇരുന്നിരുന്ന സ്ഥലമാണ് കേട്ടോ. ആ സമയത്ത് ഞാൻ അതിൽ കുറച്ച് കാർപ്പിനൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിൻ്റെ മുകളിൽ നെറ്റ് വിരിച്ചത് അത്ര ശരിയായില്ല കേട്ടോ. ഇവരൊക്കെ കൊക്ക് കൊണ്ടുപോയി. ഇപ്പം പോണ്ടിൽ കുറച്ച് ഗപ്പീസാണുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇന്ന് തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പ്ലാൻ കട്ടിങ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഞാൻ കൊടുത്ത ഈ നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ അവർക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ. പിന്നെ എനിക്കൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, മെസ്സേജ് ചെയ്തിട്ട് അതിന് റിപ്ലൈ കിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് കോൾ ചെയ്യരുത്. ഞാൻ ചില സമയത്ത് ക്ലിനിക്കിലോ അല്ലെങ്കിൽ പേഷ്യൻ്റ് ഉണ്ടാവും. ആ സമയത്ത് വാട്സാപ്പ് കോൾ വന്നു കഴിഞ്ഞാൽ സൈലൻ്റ് ആക്കാനോ അല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്യാനോ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴാണോ ഫ്രീ ആവണത്, എപ്പോഴാണോ മെസ്സേജ് കാണുന്നത്, ആ സമയത്ത് ഞാൻ റിപ്ലൈ തരും. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് വാട്സാപ്പ് കോളോ അല്ലെങ്കിൽ നോർമൽ കോളോ ചെയ്യരുത്. വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. കൊറിയർ ചാർജ് നിങ്ങൾ തരേണ്ടി വരും. പക്ഷേ പ്ലാൻസ് ഫ്രീ ആണ് കേട്ടോ. പിന്നെ കേരളത്തിൻ്റെ അകത്തുള്ളവർ മാത്രം എന്നെ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. കാരണം വിത്തിൻ കേരള ആണെങ്കിൽ നമ്മൾ ഇന്ന് കൊറിയർ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ആ ഒരു സ്ഥലത്തേക്ക് അവരെത്തിച്ച് തരും. പക്ഷേ ഔട്ട്സൈഡ് കേരള ആണെങ്കിൽ അത് സമയമെടുക്കും. അപ്പോൾ പ്ലാൻസ് ആയതുകൊണ്ട് തന്നെ അത് ചിലപ്പം കേടാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചധികം മണി പ്ലാന്റ്സിൻ്റെ കട്ടിങ്ങാണ് എൻ്റെ കയ്യിലുള്ളത്. ആവശ്യമുള്ളവരും അതിനോട് ഇഷ്ടമുള്ളവരും മാത്രം മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ നമ്മളെ ഗാർഡനൊന്നും ഫുള്ളി റീസെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. കുറച്ച് ചെയ്തിട്ടുള്ളൂ. ഇനിയും കുറച്ച് പോട്ട്സൊക്കെ ചേഞ്ച് ചെയ്യാണ്ട് തൽക്കാലം ഇന്നത്തേക്ക് പണി നിർത്തിയതാണ് കേട്ടോ. അതേ കൈയൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. എനിക്ക് ഡസ്റ്റ് ഭയങ്കര അലർജിയാണ് കയ്യിലേക്ക്. എൻ്റെ കൈ ചെറുതായതുകൊണ്ട് ഗ്ലവ് ഇട്ടാൽ ഭയങ്കര ലൂസായിരിക്കും. അതുകൊണ്ട് കേട്ടോ ഗ്ലവ് ഇടാത്തത്. അപ്പം നമ്മൾ ഇന്നത്തെ ഗാർഡനിങ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ ഒരു പരിപാടി ഉണ്ട്. ഇന്ന് സൺഡേ ആണ്. സൺഡേ ഫ്രീ ആയതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ മൊത്തം ദിവസം എന്നെ ഹെൽപ്പ് ചെയ്യാണ്ടായിരുന്നത് അതാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു പരിപാടിക്ക് പോവാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വ്യൂവേഴ്സ് ലോഞ്ചിൻ്റെ കോസ്റ്റ്യൂമാണ്. ഇതൊരു ഫ്ലോറൽ ലോങ് കോട്ട് സെറ്റാണ് കേട്ടോ. കൂടുതൽ കളക്ഷൻസ് കാണണമെങ്കിൽ വ്യൂവേഴ്സ് ലോഞ്ചിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് വിസിറ്റ് ചെയ്താൽ മതിയേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ദിസ് ഇസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.